ഇടുക്കി വണ്ണപ്പുറം ചേലച്ചുവട് സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. കമ്പകക്കാനത്തിന് സമീപത്താണ് രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞത്. റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. വണ്ണപ്പുറം ചേലച്ചുവട് സംസ്ഥാന പാതയിലാണ് മണ്ണിടിച്ചിൽ. ഇവിടെ ഒരു കൊടും വളവാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ആംബുലൻസ് മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതാണ്. വലിയൊരു കൊടും വളവാണ്. അതിനോട് ചേർന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ. അതായത് ഈ റോഡിന്റെ ഒരു പ്രധാന പാതയാണ്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ഇവിടെ മണ്ണിടിച്ചിലാണ്. കാര്യമായി ഇവിടെ മണ്ണ് ഇടിഞ്ഞു മാറി അകത്തേക്ക് മണ്ണ് എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്തേക്ക് കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ പൊള്ളയായി പോയിട്ടുണ്ട്. മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. എന്ന് മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കൊടും വളവാണ്. അപ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ, വലിയ ബസ്സുകൾ അല്ലെങ്കിൽ വലിയ ചരക്ക് ലോറികളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടാവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് മറ്റുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഒരു വല്ലാത്തൊരു അപകടാവസ്ഥയാണോ? വല്ലാത്തൊരു അപകടാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പുറമേ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ വഴിയുടെ വീതിയോ മുകളിൽ ഇത്രയും വലിയ ഇറങ്ങി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിഞ്ഞു കിട്ടാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്നും ഇവിടെ വെച്ചാണ് തിരിച്ചെടുത്തേച്ചാണ് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സൈഡെല്ലാം ചളങ്ങിയിരിക്കുന്നത്. ഇത് ആളുകളെല്ലാം കൂടി ഞങ്ങളെല്ലാം കൂടി വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷേ ശരിക്കും റോഡിൻ്റെ നിർമ്മാണം നടന്നു വരുമ്പോൾ അശാസ്ത്രീയപരമായി ഒന്നോടെ ഇതേ പഴയ രീതി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കേസാണ്. കാരണം ഈ വഴിക്കൊരു ആയിരക്കണക്കിന് വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ വഴി വേറെ റൂട്ട് തിരിച്ച് വിട്ടാക്കുന്നത് കൊണ്ടാണ് വാഹനം ഇത്രയും ഇത് വരുന്നത്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വഴി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തോളം വാഹനങ്ങൾ ഓടുന്ന ഒരു വഴിയാണ്. അത്രയും ദൂരത്തിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന വഴിയാണിത്. ഇവിടെ ഒരു അപകടം ഉണ്ടായതിന്റെ വ്യാപ്തി കൂടുതലായി. കാരണം താഴേക്ക് വലിയ ചെരിവും കിഴക്കാൻ തൂക്കായ പ്രദേശമാണ്. ശരിയാണ്. ഇവിടെ ഇതിനു മുമ്പുണ്ടായ അപകടങ്ങളെല്ലാം മരണകാരണം ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രദേശവാസികൾ ഇതുപോലുള്ള തുടർച്ചയായി മഴ പെയ്യുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഇവിടെ റോഡുകളിൽ ഇറങ്ങിയ ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. ഇന്നിപ്പോൾ രാവിലെയും ഞങ്ങൾ ഇതൊക്കെ പറിച്ചു മാറ്റാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊടുംവളവാണ്, വലിയ ചെരിവുണ്ട്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം കൃത്യമായി ഉറപ്പാക്കണം എന്നതാണ്. നമ്മുടെ ഈ വളവിലാണ് ഏറ്റവും കൂടുതൽ B6 ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വഴി കുടുങ്ങിക്കിടക്കുന്നു. മണിക്കൂറുകൾ അടിയിടിച്ച് അവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുന്നുണ്ട്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് മാത്രമാണ് ഇത്. കാരണം ഒരുപാട് വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ്. ഇപ്പോൾ ഏതായാലും ഇടിഞ്ഞ് ഈ രൂപത്തിൽ കിടക്കുകയാണ്. പക്ഷെ വളരെ വേഗത്തിൽ ഇവിടുത്തെ അപകടാവസ്ഥ പരിഹരിക്കണം. അതുകൂടാതെ ശക്തമായ വീതി കൂട്ടി ശക്തമായ സംരക്ഷണ ഭിത്തി കൂടി ഒരുക്കാനുള്ള ഇടപെടൽ വേണമെന്നാണ് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. രജീഷ് ചെങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, എൻ റിപ്പോർട്ടർ, ഇടുക്കി.